നമസ്കാരം. ഞാൻ തൃപ്പാളൂർ ശിവക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. സതീഷ് എന്നാണ് പേര്. ഈ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പലരും ഇതിനു മുമ്പും വന്നിട്ടുണ്ടാവും. തുലാമാസത്തിലെ കറുത്തവാവിനോടനുബന്ധിച്ചുള്ള ദീപാവലിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ആ ദിവസങ്ങൾ അധികം പേരും ഈ പരിസരത്തുള്ള അധികം പേരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. പ്രധാനമായും ഈ കരിമ്പൊക്കെയാണ് ഇവിടുന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് കൊണ്ടുപോകാറുള്ളത്. അതൊരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഉത്സവ വിഭവമാണ്. ഈ ക്ഷേത്രം ഏതാണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ പഴക്കം തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. തേത്രായുഗത്തിൽ ഗരമഹർഷിയാൽ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് പരിസരത്തുള്ള പല്ലാവൂർ ശിവക്ഷേത്രം, അതുപോലെ തന്നെ അയിലൂർ ശിവക്ഷേത്രം, ഇവ മൂന്നും ഒരുമിച്ച് ഗരമഹർഷി പ്രതിഷ്ഠിച്ചതായിട്ടാണ് ഐതിഹ്യം. ഇത്രയും പുരാതനമായ ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും എല്ലാം ദ്യോതിപ്പിക്കുന്ന ഒരു മഹത്തായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പരിസരത്ത് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇപ്പോൾ നവീകരണ കലശങ്ങളും മറ്റുമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും ജൂൺ 14 മുതൽ 24 വരെ മഹാകുംഭാഭിഷേകമായി നവീകരണ കലശം നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വന്നവർക്കറിയാം, ഇതൊരു വലിയൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഓരോ ജീർണോദ്ധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബൃഹത് പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ശ്രീകോവിലുകൾ പുതുക്കി പണിതിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കലശം നടത്തുന്നത്. അപ്പോൾ ഈ കലശത്തിന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരണം. എല്ലാവരുടെയും സഹകരണവും സഹായവും പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പരിപാടി വൻ ചൈതന്യപൂർണവും ഭക്തിപൂർണവുമാക്കി തീർക്കാൻ നിങ്ങളേവരുടെയും ഇവിടേക്ക് ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. ഓം നമഃ ശിവായ. ശ്രീ തൃപ്പാളൂർ മഹാശിവക്ഷേത്രം നവീകരണ കലശം കുംഭാഭിഷേകം 2026 ജൂൺ 14 മുതൽ 24 വരെ. കൊല്ലവർഷം 1201, ഇടവം 31 മുതൽ മിഥുനം 10 വരെ. സകല ഭക്തസജ്ജന മാനസങ്ങൾക്കും സ്വാഗതം.